ഇന്ന് നമുക്ക് ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സേമിയ കേസരി റെസിപ്പിയാണ് കേട്ടോ. സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല, നമ്മൾ ശർക്കരയൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ആദ്യം ഇതിലേക്കായിട്ട് ഒരു 300 ഗ്രാം അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽട്ടാക്കിയിട്ട് സൈഡിലേക്ക് വെക്കുക. കുറുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നങ്ങ് മെൽട്ടാക്കി കിട്ടിയാൽ മതി. അടുത്തത് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് വറുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഈ ഒരു നെയ്യിലേക്ക് 2 കപ്പ് അളവിൽ സേമിയ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വറുത്തെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ കളറാവുന്ന രീതിയിൽ ഇതുപോലെ വറുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ ഒരു സേമിയ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു 3 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് സേമിയ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് തിളപ്പിച്ചെടുത്താൽ മതിയാവും കേട്ടോ. സേമിയ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. നല്ല കട്ടിയുള്ള ആ ഒരു ടൈപ്പിലുള്ള സേമിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് വെന്ത് വരുന്ന സമയത്ത് വേവ് കുറവാണെങ്കിൽ 1 കപ്പ് അളവിൽ ചൂടുവെള്ളം കൂടെ ഒക്കെ കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. നോക്കിയിട്ട് മതി. ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞിരിക്കാത്തതായിരിക്കും നല്ലത്. അത്യാവശ്യം ഒരു പാകം വേവ് മതിയാവും. ഇതുപോലെ ഒന്നങ്ങ് കുറുകി പാകത്തിന് വേവായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ഒരു ശർക്കര പാനി മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കൂടുതൽ വേവ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പാകത്തിന് ആ ഒരു ആദ്യമേ വേവിച്ചിട്ട് ഇതിലേക്ക് ഈ ഒരു ശർക്കര വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വറ്റിച്ചെടുക്കുക. ആദ്യം കുറച്ച് വെള്ളം കൂടുതലാണോ എന്നൊക്കെ തോന്നും, പക്ഷേ കുറച്ച് സമയം അങ്ങ് തിളച്ച് വരുമ്പോഴേക്കും കറക്റ്റ് കുറുകി കിട്ടിക്കോളൂ. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കുക വേണേ, അല്ലെങ്കിൽ അടി പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ അത്യാവശ്യമൊക്കെ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ചുക്കുപൊടി കയ്യിലുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് കൂടുതൽ വേണ്ട, പക്ഷേ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടെ കൂട്ടി മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാം കൂടെ നല്ലോണം അങ്ങ് കുറുകി വന്നിട്ടുണ്ട്. അത്യാവശ്യം ആ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു കാഷ്യൂ മുന്തിരിയും കൂടെ ചേർത്തിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ചൊരു നെയ്യ് തടവി കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സേമിയയുടെ മിക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. വേഗം തന്നെ ഒന്നങ്ങ് ഷേപ്പാക്കി എടുക്കുക. ഇതിങ്ങനെ ചൂടോട് കൂടെ തന്നെ കോരി കഴിക്കാനും നല്ലതാണ് കേട്ടോ. പക്ഷെ നമ്മളിത് കുറച്ച് ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം മുറിച്ചെടുത്തിട്ട് ആ ഒരു രീതിയിലാണ് കഴിക്കുന്നത്. അതാണ് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മണിക്കൂറൊക്കെ തന്നെ പുറത്തൊരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം അങ്ങ് ചൂടാറി സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ ഇങ്ങനെ നമ്മൾ തിരിച്ചെടുക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് വിട്ട് വരുന്നത് ഈ ഒരു രീതിയിലായിട്ടുണ്ടാവും. എന്നിട്ട് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലേക്കൊക്കെ മുറിച്ചെടുത്തിട്ട് സെർവ് ചെയ്യാട്ടെ. ഞാനിവിടെ കുറച്ച് വലുതായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ആവുന്ന സമയത്ത് കുറച്ച് ചെറിയ പീസായിട്ട് ഇങ്ങനെ കൊടുക്കാനും കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. കാണാനും കഴിക്കാനൊക്കെ അടിപൊളി തന്നെയാണ്. അപ്പോൾ നമ്മൾ മുൻപ് ഇത് പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സേമിയ കേസരി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ശർക്കര ചേർത്തിട്ടുള്ള കുഴപ്പമില്ല, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്